എന്നാൽ വിശ്വാസികൾക്ക് വേണ്ടി പ്രപഞ്ചാധിപനായ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം, അത് ലഭിക്കാനുള്ള പ്രൈമറി പാസ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന വിശ്വാസമില്ലാത്ത ഒരാൾക്കും സ്വർഗം ലഭ്യമല്ല. ഒരാൾക്കും സ്വർഗം ലഭ്യമല്ല. കേവല രാഷ്ട്രീയ വിചാരങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ സൗന്ദര്യ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി, ഏതെങ്കിലുമൊക്കെ നന്മ ചെയ്ത ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് പറയേണ്ടതില്ല. യഥാർത്ഥത്തിൽ പ്രപഞ്ചാധിപനായ അല്ലാഹു തആല അവന്റെ അടിമകളിൽ നിന്ന് സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പ്രതിഫലത്തിന്റെ ഭവനമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്കുള്ള എൻട്രി പാസ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫളറബൂ ഫീ നവാഹിൽ മസ്ജിദി ളർബൻ ശദീദാ. അതാ ശത്രുക്കൾ വന്ന് മഹാന്മാരായ മുസ്ലിമീങ്ങളെ സ്വഹാബികളെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും സംഘത്തെയും ആക്രമിക്കുകയാണ്. വവുതിഅ അബൂബക്കറിൻ വളുരിബ ളർബൻ ശദീദാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചവിട്ടുന്നു, മർദ്ദിക്കുന്നു. അങ്ങനെ വദനാ മിൻഹുൽ ഫാസിഖ് ഉത്ബത്ത് ബിൻ റബീഅ. ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറയുന്നയാൾ വന്ന്, തെമ്മാടിയായ മനുഷ്യൻ വന്നുകൊണ്ട് ഫജഅല യളിരിബുഹു ബിനഅലൈനി മഖ്സൂഫൈനി. മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആണി തറച്ച രണ്ട് ചെരുപ്പ് കൊണ്ടുവന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടിക്കുകയാണ്. വവസബ അലാ ബത്നി അബീ ബക്കറിൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ ചാടിക്കയറുകയാണ്. അവിടുത്തെ മുഖത്ത് പരിക്കേൽപ്പിച്ച് മുഖം തിരിച്ചറിയാതെയായി, ബോധരഹിതനായി വീണു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവ്വലു ഖതീബിൻ ഫിൽ ഇസ്ലാം. ഇസ്ലാമിലെ ആദ്യത്തെ ഖതീബിന്റെ അനുഭവമാണിത്. ആദ്യത്തെ പ്രഭാഷകന്റെ അനുഭവമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ആദ്യത്തെ പ്രഖ്യാപനമാണ്. പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങൾക്ക് ലോകത്ത് എന്നും പരീക്ഷണമുണ്ടാകും. അതാ നമ്മളിവിടെ സംസാരിക്കുന്ന നേരവും ഗസയിലെ കുരുന്നുമക്കൾ മരിച്ചു തീർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ കാരുണ്യത്തിന്റെ ഹൃദയമുള്ള ഒരു ഭരണാധികാരിയും ശക്തിയോടെ പറയാൻ കരുത്തുള്ള ഭരണാധികാരികളില്ലാത്ത കാലമാണ്. മനുഷ്യത്വം മരിച്ചുപോയ ജൂത പിശാചുക്കൾ പാവങ്ങളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നു തീർക്കുകയാണ്. ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങളിൽ കിടയിൽ മനുഷ്യ ശരീരങ്ങൾ അനാഥമായി കിടക്കുകയാണ്. മനുഷ്യനാണെന്ന് പോലും പറയാൻ പറ്റാത്ത വിധം അതാ ജൂത പിശാചുക്കൾ ഗസയുടെ മണ്ണിൽ, ഖുദ്സിന്റെ മണ്ണിൽ തേരോട്ടം നടത്തി തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് പരിഹാരമൊന്നേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ ഗസയിലെ ജനതയെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അക്രമികളെ നീ നിയന്ത്രിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, തൽക്കാലം ഇസ്രയേലിന് അഹങ്കാരം പറയാം, അമേരിക്കയ്ക്ക് ആഢ്യത്വം പറയാം, കുത്തക രാജ്യങ്ങൾക്ക് പെരുമ പറയാം. ഇതിനേക്കാൾ വലിയ ക്രൂരതകൾ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. പക്ഷേ ക്രൂരന്മാർ നീണ്ടുവാണിട്ടില്ല. ഇനി ഇസ്രയേലിന്റെ ഭാവി അപകടമാണ്. അതിൽ ലോക ചരിത്രമാണ്. അങ്ങനെയാണ് ആക്രമിക്കപ്പെട്ട ജനത തിരിച്ചു വരുന്ന ഒരു കാലമുണ്ടാകും. അക്രമികൾ ലോക ചരിത്രത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ദിവസങ്ങൾ വരും. എന്നുമെന്നും വാഴാൻ ഒരക്രമിക്കും ഒരക്രമ രാജ്യത്തിനും സാധ്യമല്ല.
തൽക്കാലം ചിരിക്കുന്നവരുണ്ടാകാം. ലോകത്തേതെല്ലാം സംവിധാനമുണ്ടായിട്ടും നിരപരാധികളായ കുരുന്നുകളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീജനങ്ങളെയും വംശഹത്യ നടത്തുന്ന ക്രൂരന്മാരായ ഇസ്രയേലിന്റെ പട്ടാളക്കാര ഭരണാധികാരിയെ അരുത് കാട്ടാളാന്ന് പറയാൻ ഒരു ഭരണാധികാരി ലോകത്തില്ലാതെയായി പോയത് ലോക രാഷ്ട്രീയത്തിന്റെ ദുരന്തമാണ്. ആഗോള രാഷ്ട്രീയത്തിന്റെ ആപത്താണ്. അരുത് കാട്ടാളാന്ന് പറയാൻ ശക്തിയുള്ള ഒരു ഭരണാധികാരി ഇല്ലാത്തത്. ഇത് വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ആലോചിക്കണം. അരുത് കാട്ടാളാന്ന് പറയാൻ ആർജവമുള്ള ഒരു ഭരണാധികാരിയില്ല. അത് ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിന്റെ ദുരന്തമാണ്. അതിന്റെ വിപത്തുകൾ വരും നാളുകളിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും അനുഭവിക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയണം, ഇവിടെ ഗസയിലെ കുഞ്ഞുങ്ങൾ നിരപരാധികളാണ്, സ്ത്രീജനങ്ങൾ നിരപരാധികളാണ്. ഇസ്രയേലുകാരൻ വംശഹത്യ നടത്തുകയാണ്. ഇതിനെതിരെ ശബ്ദിക്കാൻ മനുഷ്യലോകം മുഴുവനും തിരിയണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത്രയും കാലം അവിടെ യുദ്ധം നടത്തിയിട്ട്, യുദ്ധമല്ല നടത്തിയത്, അരുംകൊല നടത്തി വംശഹത്യക്ക് നടന്നിട്ട് ഒരു കുരുന്നു പോലും ഇസ്രയേലുകാരന്റെ മുമ്പിൽ ജീവന് വേണ്ടി കൈകൂപ്പിയിട്ടില്ല. കാരണം അവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്. അത് ആരിലുള്ള പ്രതീക്ഷയാണ്? അല്ലാഹുവിലുള്ള പ്രതീക്ഷയാണ്. അത് തിരിച്ചറിയാതിരിക്കാൻ പറ്റുമോ? അല്ലാഹുവിലുള്ള പ്രതീക്ഷയിലാണ് ഈ പ്രപഞ്ചത്തിന്റെ അധികാരിയും സ്രഷ്ടാവുമായ പടച്ചവനിൽ പ്രതീക്ഷയുള്ള ഒരു ജനത. ഇസ്രയേലിന്റെ മുഴുവൻ ക്രൂരന്മാരും ഉറഞ്ഞു തുള്ളിയിട്ടും ഫലസ്തീനിലെ ഒരു കുഞ്ഞു പോലും ഒരു പട്ടാളക്കാരന്റെ മുമ്പിലും വന്ന് എനിക്ക് ജീവിക്കണം എന്ന് യാചിച്ച ഒരു സാമ്പിൾ പോലും കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചില്ല. ഇത് വായിക്കണം. ഏതൊരു ആദർശമാണ് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നത്? ഏതൊരു വിശ്വാസമാണ് അവരെ അതിജീവനത്തിന്റെ കരുത്തു നൽകുന്നത്? അവരെന്തുകൊണ്ടാണ് കൊല ചെയ്യപ്പെടുന്നത്? അവരെന്തുകൊണ്ടാണ് കൊല ചെയ്യപ്പെടുന്നത്? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി അംഗീകരിക്കുന്നത് കൊണ്ട്. നമുക്ക് വായിച്ചു വന്ന ചരിത്രത്തിലേക്ക് വരാം. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രിയമുള്ളവരെ അറിയണേ, കഅബാലയത്തിന്റെ അങ്കണത്തിൽ വെച്ചുകൊണ്ട് ആദ്യത്തെ പ്രസംഗം നടത്തിയപ്പോൾ ഉത്ബത്ത് ബിൻ റബീഅ എന്ന അക്രമി വന്നുകൊണ്ട് ചെരുപ്പെടുത്ത് മുഖത്തടിച്ച് മൂക്കിന് പരിക്ക് പറ്റി മുഖഭാവം തന്നെ മാറിപ്പോയി, ബോധരഹിതനായി വീണുപോയി. ഒടുവിൽ ബനൂ തൈമ് ഗോത്രക്കാർ വന്നുകൊണ്ട് മഹാനവറുകളെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രക്കാര് മക്കത്തെ പള്ളിയിൽ വന്ന് പറയുകയാണ്, വല്ലാഹി ലഇൻ മാത അബൂബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു എങ്ങാനും മരണപ്പെട്ടു പോയാൽ ലനഖ്തുലന്ന ഉത്ബത ബിൻ റബീഅ, ഞങ്ങൾ ഉത്ബയെ കൊന്നുകളയും, അല്ലാതെ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല. ഗോത്രയുദ്ധത്തിന് പേരുകേട്ട മക്കയിൽ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ കൊമ്പുകോർക്കാൻ പോവുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രവും ഉത്ബത്ത് ബിൻ റബീഅയുടെ ഗോത്രവും തമ്മിൽ രണ്ട് ദിക്കിലേക്ക് വരികയാണ്. മഹാനരായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീട്ടിൽ കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, ചില നിവേദനങ്ങളിൽ കാണാം 24 മണിക്കൂറായി
മറ്റു ചില നിവേദനങ്ങളിലുള്ളത് സായാഹ്നമായി അല്ലെങ്കിൽ 12 മണിക്കൂറായി. അപ്പോൾ മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബോധം തെളിയുകയാണ്. ആ സമയത്ത് ചോദിക്കുന്നു, പ്രിയപ്പെട്ട മാതാവിനോട്, ഉമ്മുൽ ഖൈറിനോട് ചോദിക്കുകയാണ്, മാ ഫഅല റസൂലുള്ളാഹ്, മാ ഫഅല റസൂലുള്ളാഹ്. ബോധരഹിതനായി നീണ്ട നേരം കിടന്ന് വേദന അനുഭവിച്ച മഹാനവറുകൾ ചോദിക്കുകയാണ്. ഉണർന്ന ഉടനെ ചോദിക്കുന്നു, എവിടെയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ അവസ്ഥ എന്താണ്? അപ്പോഴവിടെയുള്ളവര് പറഞ്ഞു, മോനെ അതവിടെ നിൽക്കട്ടെ, വെള്ളം കുടിക്ക് മോനെ, ഭക്ഷണം കഴിക്ക് മോനെ. ഉമ്മുൽ ഖൈറിനോട് പറയാണ്, വെള്ളം കുടിച്ചോ ഭക്ഷണം കഴിച്ചോ എന്ന് മകനോട് ചോദിച്ചിട്ട് ഭക്ഷണപാനീയങ്ങൾ നൽകാൻ. അങ്ങനെ ഉമ്മ വെള്ളവും ഭക്ഷണവും കൊണ്ടുവന്നപ്പോൾ ഉമ്മയോട് പറയാണ്, മാ ഫഅല റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ? അപ്പോൾ ഉമ്മ പറഞ്ഞു, വല്ലാഹി, അല്ലയോ മോനെ, മാലീ, എന്റെ അടുക്കലില്ല. നിന്റെ നേതാവ് കൂട്ടുകാരന്റെ അവസ്ഥ എനിക്കറിവില്ല. എവിടെയാണ്, ഏതവസ്ഥയിലാണ്, എവിടെയാണുള്ളതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഇപ്പോൾ വെള്ളം കുടിച്ചോ ഭക്ഷണം കഴിച്ചോ, നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇല്ല ഇല്ല, ചെന്നിട്ട് ഉമ്മു ജമീലിനോട് ചോദിക്കണം. ഖത്താബിന്റെ മകൾ ഉമ്മു ജമീലിനോട്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പെങ്ങളോട് ചോദിക്കൂ, എന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള സ്നേഹത്തിന്റെ, അടുപ്പത്തിന്റെ, ഹൃദയബന്ധത്തിന്റെ, സമർപ്പണത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായമാണിത്. ബോധരഹിതനായി കിടന്ന് ഉണർന്നെഴുന്നേറ്റപ്പോൾ ആദ്യം അന്വേഷിക്കുന്നു, മാ ഫഅല റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ? തങ്ങളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ പറഞ്ഞു, മോനെ അറിയില്ല, നിന്റെ നേതാവ് എവിടെയാണെന്ന് നമുക്കറിയില്ല, അന്വേഷിക്കാം. ഇല്ല ഉമ്മ, ഭക്ഷണം കഴിക്കാനായിട്ടില്ല, വെള്ളം കുടിക്കാനായിട്ടില്ല. കാരണം എന്റെ എല്ലാമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാതെ എനിക്ക് പാനീയം ഇറങ്ങില്ല, ഭക്ഷണം ഇറങ്ങില്ല. അപ്പോൾ ഉമ്മുൽ ഖൈർ നേരെ ഇറങ്ങുകയാണ്. ഉമ്മു ജമീൽ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ പെങ്ങളെ അന്വേഷിച്ചിറങ്ങി. ഫഖറജത് ഹത്താ ജാഅത് ഇലാ ഉമ്മി ജമീൽ, ഉമ്മു ജമീലിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുന്നു, ഇന്ന അബൂബക്കറിൻ യസ്അലുകി അൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി, അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ്, എന്താണ് അവസ്ഥയെന്ന് അബൂബക്കർ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മു ജമീലേ, ഒന്ന് പറയുമോ? അപ്പൊ ഉമ്മു ജമീലിന് ഒരു ആശങ്കയുണ്ട്. ഞാൻ പറയാൻ പോകുന്നത് അവിശ്വാസിയായ ഒരു സ്ത്രീയോടാണ്. ഉമ്മുൽ ഖൈർ അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഉമ്മുൽ ഖൈറിനോട് ഞാൻ എങ്ങനെ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എവിടെയാണെന്ന്? ഉടനെ അവിടുന്ന് ഉമ്മു ജമീല് പറയാണ്, മാ ആരിഫു അബൂബക്കറിൻ, എനിക്ക് അബൂബക്കറിനെയും അറിയില്ല. ആരെക്കുറിച്ചാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്നും അറിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എവിടെയാണെന്ന് പറയാനാവില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഇതൊരു സ്വകാര്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എവിടെയാണെന്ന് ഉമ്മു ജമീലിന് അറിയാം.
പക്ഷേ വന്ന് ചോദിച്ച അവിശ്വാസിയായ വനിതയോട് വാർത്ത പറയാനായിട്ടില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ? നിങ്ങളുടെ മകനോട് ഞാൻ അവിടെ വന്ന് സംസാരിക്കാം. ഉമ്മു ജമീൽ ഉമ്മുൽ ഖൈറിന്റെ കൂടെ പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ എത്തിയിരിക്കുകയാണ്. മഹാനവറുകൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. അഥവാ മൃതപ്രായനായി കിടക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്ന് ഫദനത്ത് ഉമ്മു ജമീലിൻ വഅലനത്ത് ബിസ്സിയാഹി, അവിടുന്ന് ഒരു ശബ്ദമുയർത്തി. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലെത്തിയപ്പോൾ ചോദിക്കുന്നു, മാ ഫഅല റസൂലുള്ളാഹ്, ഓ ഉമ്മു ജമീലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ എന്താണ്? തങ്ങൾ എവിടെയാണ്? തങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ലയോ അബൂബക്കറേ, നിങ്ങളുടെ ഉമ്മ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലല്ലോ. ഞാൻ മറുപടി പറഞ്ഞാൽ അവര് കേൾക്കില്ലേ? ഇതായിരുന്നു സ്വഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വകാര്യത സൂക്ഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എവിടെയാണെന്ന് ഇപ്പോൾ പറഞ്ഞാൽ സുരക്ഷയ്ക്ക് വല്ല വീഴ്ചയും വരുമോ എന്ന പേടിയായിരുന്നു ഉമ്മു ജമീലിന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ അവിശ്വാസിയായ നിങ്ങളുടെ മാതാവ് കേൾക്കും, അപ്പോൾ ഞാൻ എങ്ങനെ പറയാനാണ്? ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സാലിമുൻ സ്വാലിഹ്, പേടിക്കണ്ട, എന്റെ ഉമ്മ അങ്ങനെ രഹസ്യം പുറത്തു പറയില്ല, സൈഫാണ്, ഇവിടെ സുരക്ഷയാണ്. അപ്പോൾ ചോദിച്ചു, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ്? അപ്പോൾ മറുപടി പറഞ്ഞു, ഫീ ദാരി ബിനിൽ അർഖം, അർഖം ബിനുൽ അർഖമിന്റെ വീട്ടിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിക്കൊന്നും വന്നിട്ടില്ല. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ലാ അദൂഖു തആമൻ വലാ അശ്റബു ശറാബാ, ഞാൻ വെള്ളം കുടിക്കണോ, പാനീയം കുടിക്കണോ, ഭക്ഷണം കഴിക്കണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ, തങ്ങളുടെ സന്നിധിയിലെത്താതെ എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല, പാനീയം ഇറങ്ങില്ല. ഉമ്മയോട് പറയാണ്, അല്ലയോ ഉമ്മ, എനിക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ എനിക്ക് വെള്ളം കുടിക്കാനാവില്ല. जान दे दो वअदे दीदार पर लुत्फ उनका आम हो ही जाएगा. अंत उम्मुन अम अबू मा रअयना फीमा مثل حسنك قط يا سيدي خير النبي الصلاة. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലെത്തിയിട്ടല്ലാതെ എനിക്ക് വെള്ളം കുടിക്കാനാവില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാനാവില്ല. എനിക്കിനി അങ്ങ് മുന്നോട്ട് ഗമിക്കണമെങ്കിൽ എൻ്റെ എല്ലാമായ ഉമ്മയെക്കാൾ ഉപ്പയെക്കാൾ എല്ലാവരെക്കാളും എനിക്ക് പ്രിയപ്പെട്ട ലോകഗുരു തിങ്കൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ എനിക്ക് കഴിയില്ലല്ലോ. അപ്പോഴാണ് ഉമ്മു ജമീലിനെയും അതുപോലെ ഉമ്മുൽ ഖൈറും, വേറൊരു നിവേദനത്തിൽ ഉമ്മുൽ ഫളലും ഉമ്മുൽ ഖൈറും രണ്ടുപേരും ചേർന്നുകൊണ്ട് കൊണ്ടുപോവുകയാണ് അർഖം ബിനുൽ അർഖമിന്റെ വീട്ടിലേക്ക്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കയിലെ ആദ്യത്തെ ഓഫീസാണ് ദാറുൽ അർഖം. ആ ദാറുൽ അർഖമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ബിലാൽ തങ്ങൾ പറയാണ്, നമ്മുടെ സിദ്ദീഖുൽ അക്ബർ വരുന്നുണ്ട്, അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ വരുന്നുണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ പ്രോട്ടോകോളുകളും മറന്നുകൊണ്ട് ദാറുൽ അർഖമിന് പുറത്തേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലിംഗനം ചെയ്ത് ചുംബനം കൊടുത്ത് വിശ്വാസികൾ മുഴുവനും കെട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി. അങ്ങ് വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ബിഅബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ നബിയേ, അവിടുന്ന് എനിക്ക് ഉമ്മയും ഉപ്പയും തങ്ങളെക്കാൾ താഴെയാണ്. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ല നബി. അസ്സലാത്തു അലൻ നബി അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ ചെന്നിട്ട് മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. തങ്ങളെ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് ശത്രുക്കളുടെ മധ്യേ കണ്ടിട്ട് പോയതാണ്. അവിടുത്തേക്ക് വല്ല പരിക്കും പറ്റിയോ എന്ന നൊമ്പരത്തിലാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നത്. അവിടുന്ന് സാലിമാണ്, സ്വാലിഹാണ്, തങ്ങള് സുരക്ഷിതരാണ്, സേഫാണെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് ജീവൻ വീണത് നബിയേ. അവിടെ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. വദആഹാ ഇലല്ലാഹ് വദആ ലഹാ റസൂലുള്ളാഹ് ഫഅസ്ലമത്. അവിടെ വെച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ദാറുൽ അർഖമിൽ 1 മാസം താമസിക്കുകയാണ്. അവിടെ 39 മെമ്പർമാരായി മാറി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മർദ്ദിക്കപ്പെട്ട നാളിലാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് എന്നൊരഭിപ്രായമുണ്ട്. അങ്ങനെയെങ്കിൽ 39ാമത്തെ ആള് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ അങ്കണത്തിൽ 39 മെമ്പർമാര് മാത്രമുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഇസ്ലാം. ഇന്ന് 200 കോടി ജനങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ഇസ്ലാം. നമ്മൾ വിചാരിക്കും ഗസയിൽ പ്രശ്നങ്ങൾ നടക്കുന്നു, ഒരുപാട് രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പല രാജ്യങ്ങളിലെയും മുസ്ലിങ്ങൾ കടന്നു പോകുന്നു. ഇസ്ലാമിനെന്തോ സംഭവിച്ചു പോയോ എന്ന്. ഇസ്ലാം ഒരിക്കലും പരാജയപ്പെടില്ല. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഒരുപാട് യുദ്ധങ്ങളും പോരാട്ടങ്ങളും വംശഹത്യകളും കഴിഞ്ഞു കടന്നു വന്നതാണിത്. ഒരുപാട് പുഴകളും ഒരുപാട് നദികളും മുസ്ലിം രക്തം കൊണ്ട് ചുമന്ന ചരിത്രം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെയൊന്നും ഇസ്ലാം അസ്തമിച്ചിട്ടില്ല, അവിടെയൊന്നും ഇസ്ലാം പരാജയപ്പെട്ടിട്ടില്ല, അവിടെയൊന്നും മഹത്തായ ഏറ്റവും ഉജ്ജ്വലമായി ആദർശം ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടില്ല. അഭിമാനത്തോടെ നമുക്ക് പറയാം,
1500 കൊല്ലം മുമ്പ് പിറവിയെടുത്ത് 1400 ചില്ലാനം മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട പരിശുദ്ധമായ ആശയം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 കൊല്ലം മുമ്പ് ജനിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘോഷിച്ച ആശയം ഇന്നും ഒരു പോറലും മേൽക്കാതെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇത്രയും പഴക്കമുള്ള കളങ്കമേൽക്കാത്ത ഒരാദർശം വേറെ ഏതാണ് ഇന്ന് ലോകത്തുള്ളത്? എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് നമുക്ക് ആലോചിച്ചുകൂടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ആദർശം അതേ കറക്റ്റ് ആദർശമായി ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു. ഇത്രയും പ്രഖ്യാപിതമായ നിഷ്കളങ്കതയോടെ നിലനിൽക്കുന്ന ഒരു ആദർശം ലോകത്ത് വേറെ ഒരാദർശവും കാണാനില്ല എന്നത് വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. ലോകത്തെവിടെയും നമുക്ക് പറയാനുള്ള മനോഹരമായ ദർശനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഅബാലയത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് അക്രമികളായ ആളുകൾ കയ്യേറ്റം നടത്താൻ ഒരുങ്ങിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു പ്രഖ്യാപനമുണ്ട്, ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇന്നും ലോകത്ത് മുഴച്ചു നിൽക്കുന്ന ചോദ്യമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം കഅബാലയത്തിന്റെ അങ്കണത്തിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ മുശ്രിക്കീങ്ങൾ തിരിഞ്ഞിരിക്കുകയാണ്. വഹുവ യബ്കി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് കരഞ്ഞുകൊണ്ട് എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ ഈ മനുഷ്യനെ കൊല്ലാൻ പോകുന്നത്? അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. എന്നെ പടച്ചത് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ ഈ മനുഷ്യനെ കൊല്ലുന്നത്? ഈ ചോദ്യം ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്നും ഉറച്ചു ചോദിക്കേണ്ട ചോദ്യമാണ്. ഗസയിലെ മക്കളെ കൊന്നുകളയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അനുയായികളായതിന്റെ പേരിലല്ലേ? വേറെ എന്തിന്റെ പേരിലാണ്? ഗസയിലെ ജനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ അംഗീകരിച്ചു എന്നല്ലാതെ മറ്റെന്ത് അപരാധമാണ് അവർ ചെയ്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശത്തെ അംഗീകരിച്ചു എന്നല്ലാതെ മറ്റെന്ത് അപരാധമാണ് പവിത്രമായ ഗസയിലെ മക്കൾ ചെയ്തത്? ഇന്ന് ഒരുപാട് രാജ്യങ്ങളിൽ അരികവൽക്കരിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന 1000 മനുഷ്യരെ എന്തുകൊണ്ടാണ് നിങ്ങൾ മുൾമുനയിലും വാൾമുനയിലും ആയുധമുനയിലും ബോംബിന്റെ മുമ്പിലും നിർത്തിയിരിക്കുന്നത്? അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണമല്ലേ ഉള്ളൂ. മർഹബ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഅബാലയത്തിന്റെ അങ്കണത്തിൽ വെച്ച് കൊല്ലാൻ ഒരുങ്ങിയിട്ട് ശത്രുക്കൾ വരുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം തന്നെയാണ് ഇന്ന് ലോകത്ത് കൊല്ലപ്പെടുന്ന മുസ്ലിമീങ്ങളുടെ മുഴുവനും സമക്ഷത്തിൽ നിന്നുകൊണ്ട്, ആക്രമിക്കപ്പെടുന്ന മുഴുവൻ മുസ്ലിമീങ്ങളുടെയും സമക്ഷത്തിൽ നിന്നുകൊണ്ട് മറ്റ് എതിരാളികളോട് ചോദിക്കാനുള്ള ചോദ്യം, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. ഞങ്ങളുടെ പരിപാലകൻ അല്ലാഹു ആണ് എന്ന് വിശ്വസിച്ചു എന്നല്ലാതെ എന്ത് അപരാധമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്? ഗസയിലെ മാതാപിതാക്കൾക്ക്, കുരുന്നുകൾക്ക്, അവിടെ പിടഞ്ഞു വീഴുന്ന സ്ത്രീജനങ്ങൾക്ക്, ലോകത്തോട് മുഴുവനും ചോദിക്കാനുള്ള ചോദ്യം, ഞങ്ങൾ എന്ത് അപരാധം ലോകത്തോട് ചെയ്തു? ഏതെങ്കിലും ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയോ?
ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ കൊല്ലാൻ ശ്രമിച്ചോ? ഒന്നും അവര് ചെയ്തിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിൽ ഉറച്ചു എന്നല്ലാതെ വേറെ ഒരപരാധവും ആരും ചെയ്തിട്ടില്ല. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ കഅബാലയത്തിനോട് ചേർന്ന്, അല്ലെങ്കിൽ കഅബയുടെ ഭാഗമായ ഹിജ്ർ ഇസ്മായിലിൽ നിസ്കരിക്കുമ്പോഴും ശത്രുക്കൾ ആക്രമണം അഴിച്ചുവിട്ടു. ഉടനെ മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. അപ്പോഴും ചോദിച്ച ചോദ്യമാണ്, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബിയല്ലാഹ് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിൻ റബ്ബികും. നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിച്ചതിന്റെ പേരിലാണോ ഈ മഹാവ്യക്തിയെ നിങ്ങൾ ആക്രമിക്കുന്നത്? നിങ്ങൾ ക്രൂരമായി നിങ്ങൾ പെരുമാറുന്നത് അല്ലാഹുവിലുള്ള അചഞ്ചലമായ ഒരു വിശ്വാസം പ്രഖ്യാപിച്ചതിന്റെ പേരിലാണോ? ശരീഅത്ത് കീ വിലായത്ത് ഹേ മേരെ സിദ്ദീഖ് അക്ബർ ഹേ, സദാഖത്ത് ഹി സദാഖത്ത് ഹേ മേരാ സിദ്ദീഖ് അക്ബർ ഹേ. ഈ ശരീഅത്തിന്റെ വിലാസമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ പ്രതിധ്വനിയാണ്. മാത്രമല്ല, മഹത്തായി ആദർശത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയാണ്. സദാഖത്ത് ഹി സദാഖത്ത് ഹേ മേരാ സിദ്ദീഖ് അക്ബർ ഹേ. वो यारे गारे आका है, इसे इजाज है हासिल. वो यारे गारे आका है, उसे इजाज है हासिल. मिली पहली खिलाफत है, मेरा सिद्दीक अकबर है. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സൗർ ഗുഹയിൽ ഇരിക്കാൻ നിയോഗം കിട്ടിയ മഹാഭാഗ്യവാനാണ്. ഒന്നാം ഖിലാഫത്തിന്റെ ആദരണീയ പദവി ലഭിച്ച മഹാനാണ്. ആ മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള സ്നേഹ വ്യവഹാരങ്ങളുടെ മധുര നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹസ്പർശങ്ങളെയാണ് ഇത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര വായനയല്ല, അവിടുത്തെ ജീവചരിത്രത്തിലൂടെയുള്ള ഒരു ഗഹന സഞ്ചാരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും അവിടുന്ന് ഒരുമിച്ച് ജീവിച്ചപ്പോഴുള്ള സ്നേഹസ്പർശങ്ങളുടെ സ്ഫുരണങ്ങളുണ്ടായ സമയങ്ങളെ നമ്മൾ എടുത്തു വായിക്കുകയാണ്. കാരണം അസ്സിദ്ഖു ഫിൽ ഗാരി വസ്സിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമീ. സിദ്ഖായ മുത്തുനബി തങ്ങളുടെ സഹചാരിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബദറിന്റെ രണാങ്കണത്തിന്റെ ഓരത്ത് വെച്ചുകൊണ്ട് നമ്മൾ വായിക്കുകയാണ്. അവിടെ ചില സ്നേഹസ്പർശങ്ങളുടെ സ്ഫുരണങ്ങളുണ്ട്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ അഥവാ ഇസ്ലാമിക സൈന്യം പോർക്കളത്തിലാണ്. ഇസ്ലാമിക സൈന്യം പോർക്കളത്തിലാണ്. സ്വഹാബത്ത് ശത്രുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുടിലിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ പ്രാർത്ഥന അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ വിനയം, താഴ്മയോടെ വിളിച്ചു പറയുന്നു, അല്ലാഹുമ്മ ഇൻതഹ്ലിക് ഹാദിഹിൽ ഇസാബ. അല്ലയോ അല്ലാഹുവേ, ഈ ഒരു ചെറിയ സംഘത്തെ ഇന്ന് നശിപ്പിച്ചാൽ, അല്ലെങ്കിൽ അവർ നശിപ്പിക്കപ്പെട്ടാൽ, അല്ലാഹുവേ ലാ തുഅബദ്, ഈ ഭൂമി ലോകത്ത് നിന്നെ ആരാധിക്കാൻ പിന്നെ ആരാണ്? നിന്നെ ആരാധിക്കണമെന്ന് വിളിച്ചു പറയുന്നവരുടെ നേതാക്കളാണല്ലോ ഇവിടെ പോർക്കളത്തിൽ നിൽക്കുന്നത്. ഉടനെ
അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാനാവണില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേങ്ങുകയാണ്, അവിടുത്തെ ഹൃദയം തപിക്കുകയാണ്. അള്ളാഹുവിനോട് തേങ്ങി തേങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ നബി അല്ലാഹ്, അല്ലയോ അള്ളാഹുവിന്റെ ദൂതരെ, വിഷമിക്കണ്ട നബിയേ, അള്ളാഹു കൈവിടില്ല നബിയേ. അവിടുന്ന് ഇത്ര വേദനിക്കുന്നത് എന്തിനാണ്? ഇത്രമേൽ വിഷമിക്കുന്നത് എന്തിനാണ്? തങ്ങളുടെ പ്രാർത്ഥന കണ്ടിട്ട്, അവിടുത്തെ വിനയം കണ്ടിട്ട്, അവിടുത്തെ തേങ്ങല് കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ല. അവിടുന്ന് ക്ഷമിക്കൂ നബിയേ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ശിർ യാ അബൂബക്കർ, അല്ലയോ അബൂബക്കറെ സന്തോഷിച്ചോളൂ, അതാക നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം വന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ സഹായം എത്തിയിട്ടുണ്ട്. ഹാദാ ജിബ്രീൽ, ഇത് ജിബ്രീലാണ്. ജിബ്രീൽ ഇതാ സൈനിക മേധാവിയായി ഇറങ്ങിയിട്ടുണ്ട്. സ്വഹാബികളുടെ കൂടെ മലക്കുകളെ നയിച്ചുകൊണ്ട് ജിബ്രീലിന്റെ പടയിറങ്ങിയിട്ടുണ്ട്. സിദ്ദീഖേ, പേടിക്കേണ്ടതില്ല സിദ്ദീഖ്. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഒരു മേൽമുണ്ട് തൂളിലുണ്ട്. ഹത്താ സഖത റിദാഉഹു, അവിടുത്തെ തട്ടം നിലത്തേക്ക് വീണു. ഫഖദ അബൂബക്കറിൻ ഫവളഅ റിദാഅഹു അലൈഹി, ആ മേൽ തട്ടം എടുത്ത് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, പിന്നിൽ തന്നെ നിന്നിട്ട്, കഫാക യാ നബി അല്ലാഹ് ബിഅബി അൻത വ ഉമ്മീ, എന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അപ്പുറമല്ലേ അവിടുന്ന്, അവിടുന്ന് അവിടുന്ന് ഒന്ന് സമാധാനിക്കുമോ എന്ന് പറയാൻ തോന്നുകയാണ്. അല്ലാഹു തആല കൈവിടില്ല നബിയേ. എത്ര നേരമായി നിന്ന് പ്രാർത്ഥിക്കുകയാണ്, എത്ര നേരമായി റബ്ബിനോട് കേഴുകയാണ്. അതുകൊണ്ട് വിഷമിക്കല്ലേ നബിയേ. ഉടനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു കൊടുത്തു, ഇദ തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഇവിടെ ഒരുപാട് പാഠങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്കും ഒരിക്കലും കൈവിടാനില്ലാത്ത ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഗസയിലെ കുരുന്നുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ളതൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നമ്മളിൽ നിന്നുള്ള ഒരു ആരാധന, അവരോടുള്ള പിന്തുണയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ പാതിരാവിന്റെ പഴുതിൽ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് അഖ്സയുടെ പരിസരങ്ങളിൽ പിടഞ്ഞു വീഴുന്ന കുരുന്നുകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുന്ന ഉപ്പമാരെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ഗസയിലെ മക്കളുണ്ടോ? കുരുന്നുകളുണ്ടോ? എപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കാൻ എടുത്തു വെച്ചപ്പോൾ ആ കുരുന്നുകളെ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഏതോ ഒരു ചാരിറ്റി സംഘടനയുടെ വാഹനം വന്നു നിന്നപ്പോൾ ഒരു ബ്രെഡ് കിട്ടുമെന്ന് കരുതി കൈനീട്ടിയവരിലേക്ക് ബോംബ് വർഷിച്ചപ്പോൾ മാംസപിണ്ഡങ്ങൾ പോലെ പൊട്ടിത്തെറിച്ചു പോയ ആ ഗസയിലെ മക്കളെ ഒന്ന് ഓർക്കാൻ നമുക്ക് സമയമുണ്ടോ? അതിന്റെ വീഡിയോ ഷെയർ ചെയ്താൽ പോരാ, അതിന്റെ വാർത്തകൾ പറഞ്ഞും പരത്തിയും നിന്നാൽ പോരാ. ഉള്ളുതട്ടിയൊരു പ്രാർത്ഥന അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുണ്ടോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് സ്വഹാബത്തിനെ അയച്ചിട്ട് വെറുതെ നിന്നതല്ല.
ഉള്ളറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. യാ റബ്ബു യാ അല്ലാഹ്, അള്ളാഹുവേ ഈ സംഘത്തെ നീ നിരാശപ്പെടുത്തല്ലേ എന്ന്, ഈ സംഘത്തെ നീ പരാജയപ്പെടുത്തല്ലേ എന്ന്. അതുകൊണ്ട് നമ്മളും ദുആ ചെയ്യേണ്ട രാപ്പകലുകളാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സിദ്ദീഖ് തങ്ങളുടെയും ജീവിതത്തിൽ നിന്നുള്ള സ്നേഹസ്ഫുരണങ്ങളെയാണ് നമ്മൾ വായിക്കുന്നത്. ഉള്ളു തട്ടിയ നിമിഷങ്ങളെയാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഇടയിൽ ഒരിക്കൽ കൂടി ബുറുദയിലേക്ക് വരാം. സുമ്മർളിളാ അൻ നബി ബക്കറിൻ വഅൻ ഉമരി വഅൻ അലിയിൻ വഅൻ ഉസ്മാന ദിൽ കറമി മൗലായ. ഒരു ഊർജവും ഇല്ലാത്തൊരു മൗലായാണ്. എന്നിട്ടാണ് ഇപ്പൊ നമ്മൾ ഗസക്ക് വേണ്ടി ദ്വാരക്കാൻ പോണത്. ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي لم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ ആറ്റുനോറ്റ് പരിചരണം നടത്തിയ സന്തത സഹചാരിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ സ്നേഹസ്ഫുരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പറയാനുള്ള ഒരു രംഗമുണ്ട്. ഹുദൈബിയയിലെ രംഗമാണ്. ആ ഹുദൈബിയ ഇൻഷാ അല്ലാഹ് നമ്മുടെ സമാപന ദിവസം ഹിജ്റ എക്സ്പെഡിഷനിൽ ഹുദൈബിയയുടെ പരിസരത്തുകൂടി നമ്മൾ സഞ്ചരിക്കും. ഒരു വെർച്വൽ ജേണി നമുക്ക് നടത്താനുണ്ട്. സന്ദർഭങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മഹാനരായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്നേ ദിവസം മുശ്രിക്കീങ്ങളെ മുന്നോട്ട് വെച്ച പല ഡിമാൻഡുകളും മനുഷ്യ സമാധാനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുന്ന് ശരിക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയല്ലേ? അള്ളാഹുവിന്റെ ദൂതൻ തന്നെയല്ലേ അങ്ങ്? ശരിക്കും അള്ളാഹുവിന്റെ നബി തന്നെയല്ലേ അങ്ങ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയ പുരസ്സരമുള്ള മറുപടി, ബലാ, അതെ ഉമറേ, അലസ്ന അലൽ ഹഖ്, നമ്മൾ സത്യത്തിന്മേലല്ലേ നിലകൊള്ളുന്നത്? വഅദൂന അലൽ ബാത്തിൽ, ശത്രുക്കൾ അസത്യത്തിന്മേലല്ലേ ഉള്ളത്? നമ്മൾ ശരിയായ ആദർശത്തിന്റെ ആളുകളല്ലേ? നമ്മുടെ ശത്രുക്കളല്ലേ തെറ്റിന്മേലുള്ളത്? എന്നെല്ലാം ചോദിക്കുകയാണ് നബിയെ. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് സത്യദൂതനാണ്, നമ്മൾ സത്യപ്രസ്ഥാനത്തിന്റെ ആളുകളാണെങ്കിൽ എന്തിനാണ് ഈ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാവുന്നത്? അവിടുന്ന് ഒന്ന് ആജ്ഞ പുറപ്പെടുവിച്ചാൽ ഞങ്ങൾ പോരാട്ടക്കളത്തിൽ റെഡിയാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ദൂതരാണ്, ഞാൻ അള്ളാഹുവിന്റെ ദൂതരാണ്. ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ ദൂതരാണ്. ഞാൻ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ നിൽക്കാൻ കഴിയില്ല. വലസ്തു അഅസീഹി വഹുവ നാസിരീ, സഹായിയായ അള്ളാഹുവിന്റെ കൽപ്പനക്കപ്പുറം സ്വതന്ത്രമായി ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് അധികാരമില്ല. ഇത് കഴിഞ്ഞപ്പോൾ
ഞാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലെത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ല. പക്ഷേ അതേ ചോദ്യങ്ങൾ ഞാൻ പോയി ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി അതേ മറുപടി തന്നെ. ഞാൻ ചോദിച്ചു, അലൈസ ഹാദാ നബിയുല്ലാഹി ഹഖ്ഖാ, ഇത് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ നബിയല്ലേ? ബലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ മറുപടി. നമ്മൾ ശരിയായ ആദർശത്തിന്മേലല്ലേ, എതിരാളികൾ തെറ്റായ ആശയത്തിന്മേലല്ലേ? ബലാ, അതേ ശരി തന്നെ. എന്നാൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ താണുകേണ് നിൽക്കുന്നത്? നമ്മുടെ ദീനനുസരിച്ചു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ? ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു മറുപടി, അല്ലയോ ഉമറേ, ഇത് അല്ലാഹുവിന്റെ റസൂലാണ്. വലൈസ യഅസീ റബ്ബഹു വഹുവ നാസിറുഹു. അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യവും ചെയ്യില്ല. കാരണം അല്ലാഹുവല്ലേ സഹായി. അതുകൊണ്ട് ആ നിലപാട് മാറ്റാൻ കഴിയില്ല ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. രണ്ടും ഒരേ മറുപടി തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ മറുപടി തന്നെ, അതേ നിലപാട് തന്നെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, കെ അല്ലാഹ് ने कहा सानिय स्नैनी है के यार गार की वो फलाह भी देख लो, कहे कमालिए उसके रफाकतों का जो सच कहे वो सिद्दीक है. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ രണ്ടാലൊരാളായി ഗുഹയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേവലം ഒരു രണ്ടാമനല്ല, കേവലം ഒരു കൂട്ടുകാരനല്ല, നിലപാടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പം തന്നെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അതേ വാചകങ്ങൾ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അതേ നിലപാട് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പറയുകയാണ്. അങ്ങനെ ഖൽബ് ചേർന്നു നിന്ന സിദ്ഖും സിദ്ദീഖുമാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആദർശം ഏറ്റെടുക്കുകയും ആത്മീയതയെ വരിക്കുകയും ചെയ്ത ഒരു ഉദാഹരണം നമുക്ക് വായിക്കാം. സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയാണ്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തേൻ ചേർത്ത ഒരു പാനീയം കൊണ്ടുവന്നു. ഫലമ്മ അദ്നാഹു മിൻ ഫീഹി നഹാ, അവിടുന്ന് ചുണ്ടോടടുപ്പിച്ചപ്പോൾ മെല്ലെ അങ്ങ് മാറ്റിക്കളഞ്ഞു. സുമ്മ ബകാ ഹത്താ ബകാ അസ്ഹാബുഹു, മഹാനവറുകള് കരയാൻ തുടങ്ങി, കൂടെയുള്ളവരും കരയാനായി. അവസാനം സദസ്സ് മുഴുവനും നിശബ്ദമായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തേങ്ങി തേങ്ങി കരയുകയാണ്. കണ്ട് സ്വഹാബത്ത് അഥവാ കൂടെയുള്ളവരും കരയുകയാണ്. എന്നിട്ട് മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അല്പനേരത്തെ മൗനം കഴിഞ്ഞപ്പോൾ അവര് ചോദിച്ചു, യാ ഖലീഫത്ത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരുടെ പ്രതിനിധിയായ സിദ്ദീഖ് എന്നവരെ, മാ അബ്കാക, നിങ്ങളെ കരയിച്ച കാരണം എന്താണ്? എന്തിനാണ് സിദ്ദീഖ് എന്നവരെ ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കരഞ്ഞത്? എന്തോർത്തുകൊണ്ടാണ് നിങ്ങൾ തേങ്ങിപ്പോയത്?
ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയായിരുന്നു. ഫറഅയ്തുഹു യദ്ഫഉ അൻ നഫ്സിഹി ശൈഅൻ വലം അറ അഹദൻ മഅഹു, അവിടുന്ന് കൈകൊണ്ട് ആരെയോ ഇങ്ങനെ തടുക്കുന്നുണ്ട്, എന്തോ ഒന്ന് തട്ടിമാറ്റുന്നുണ്ട്, ആരെയും കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയോ തട്ടിമാറ്റുന്നുണ്ട്, ആരെയോ വകഞ്ഞു മാറ്റുന്നുണ്ട്, ആരെയും കാണാനില്ല. ഫഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരേ, മാ ഹാദല്ലദീ തദ്ഫഉ വലാ അറാ അഹദൻ മഅക, തങ്ങൾ എന്താണ് ഈ തട്ടിമാറ്റുന്നത്, ആരെയും കാണാനില്ലല്ലോ, ആരെയാണ് അവിടുന്ന് തട്ടി ഒഴിവാക്കുന്നത്, കാണാനില്ലല്ലോ. ഉടനെ പറഞ്ഞു, ഹാദിഹി ദുനിയാ, ദുനിയാവ് രൂപം പ്രാപിച്ചു വന്നതാണ്, ദുനിയാവ് അലങ്കൃതമായി ഒരു രൂപം പ്രാപിച്ചു വന്നതാണ്, ഞാൻ അത് തട്ടി മാറ്റുകയാണ് സിദ്ദീഖേ. ഇലൈക അന്നീ, മാറടാ മാറടാ എന്ന് പറഞ്ഞു ഞാൻ മാറ്റിയത് ഭൗതികതയാണ്, ഈ ലോകത്തെ അനുഗ്രഹങ്ങളാണ്, ഈ ലോകത്തെ ആഡംബരങ്ങളാണ്. പ്രിയമുള്ളവരെ, ആധുനിക മുസ്ലിങ്ങൾ പരാജയത്തിലേക്ക് പോകുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഭൗതിക ഭ്രമമാണ്. നമ്മുടെ വിശ്വാസം ഇന്നെവിടെയാണ്? നമ്മുടെ താല്പര്യവും മതത്തിന്റെ താല്പര്യവും രണ്ടു ദിശയിലായാൽ, മതത്തിന്റെ താല്പര്യം എടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് പരാജയമില്ല. നമ്മുടെ താല്പര്യവും അള്ളാഹുവിന്റെ താല്പര്യവും രണ്ട് ദിശയിലാകുമ്പോൾ, മതമെന്തു പറയട്ടെ, നബി എന്തു പറയട്ടെ, ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കും എന്ന രീതിയിലേക്ക് നമ്മുടെ ഭൗതിക ഭ്രമം മാറിപ്പോയി. ഇഷ്ടമുള്ളത് കാണണം, ഇഷ്ടമുള്ളത് കുടിക്കണം, ഇഷ്ടമുള്ളത് കഴിക്കണം, ഇഷ്ടമുള്ള ആർഭാടങ്ങളും ജാടയും കാണിക്കണം. അതിനനുസരിച്ച് മതം വേണം. മതം വേണമെങ്കിൽ പുതിയ വ്യാഖ്യാനത്തിലേക്ക് വരണം, അല്ലാതെ എന്റെ നിലപാട് മാറാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഭൗതികത നമ്മളെ ഭരിക്കുന്നില്ലേ? ഇവിടെയാണ് നമ്മുടെ പരാജയം. ഞാൻ ഈ പറയുന്ന കാര്യം നിസാരമല്ല മോനെ, അത് പടച്ചവൻ വിലക്കിയതാടാ, അവിടുന്ന് വിട്ടു നിൽക്കടാന്ന് പറയുമ്പോ പടച്ചവൻ എങ്ങനെയെങ്കിലും അനുവദിച്ചു തരണം എന്ന മട്ടത്തിലാണ് തിരിക്കുന്നത്. അല്ലാതെ പടച്ചവൻ വിലക്കിയത് കൊണ്ട് ഞാൻ മാറി നിൽക്കാൻ തയ്യാറല്ല. അള്ളാഹു വിലക്കിയ കാര്യമാ മോനെ, അത് വേണ്ട. അള്ളാഹ് അനുവദിക്കാനുള്ള വല്ല വഴിയുമുണ്ടോ എന്നാണ് അന്വേഷണം. അല്ലാതെ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മുടെ ഭൗതിക താല്പര്യങ്ങൾ അനുവദിക്കുന്നില്ല. ആധുനിക മുസ്ലിങ്ങൾ പരാജയത്തിലേക്ക് പോകുന്നതിന്റെ കാരണം ഇസ്ലാമിന്റെ കുറവല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മൂല്യമില്ലാത്തത് കൊണ്ടല്ല. നമ്മുടെ ഭൗതിക താല്പര്യത്തിൽ നിന്ന് മാറാൻ നമ്മൾ തയ്യാറല്ല. നമുക്കിന്ന് ആടണം, പാടണം, തെരുവിലിറങ്ങണം, എല്ലാ ആർഭാടങ്ങളും വേണം, എല്ലാ ഷഹവാത്തുകളും തീർക്കണം, എല്ലാ വികാരങ്ങളും അടക്കണം. മതം അതിന്റെ ഒപ്പം നിന്നു തരണം എന്നാണ് നമ്മുടെ വിചാരം. നമുക്കൊപ്പിച്ച് മതം വ്യാഖ്യാനിക്കുകയാണ്, മതത്തിനൊപ്പിച്ച് നമ്മൾ ജീവിക്കുകയല്ല. ഇതുകൊണ്ടാണ് നമ്മൾ പരാജയത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മുൻഗാമികളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എത്രയോ ദൂരമാണിന്ന് സഞ്ചരിക്കുന്നത്. ആണും പെണ്ണും ഇടകലർന്ന് പരസ്പരം ശാരീരികമായി താല്പര്യങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലുള്ള മിശ്ര വ്യവഹാരങ്ങൾ പാടില്ല എന്ന് പറഞ്ഞതാരാണ്? അതൊരു സഭയല്ല, ഒരു ഖതീബല്ല, ഒരു മെമ്പറല്ല, ഒരു ഇമാമല്ല, അല്ലെങ്കിൽ ഒരു പ്രഭാഷകനല്ല, ഒരു എഴുത്തുകാരനല്ല. എന്നെയും നിങ്ങളെയും പടച്ച പ്രപഞ്ചാധിപനായ റബ്ബിന്റെ നിയമമാണ്.
ആണും പെണ്ണും തമ്മിലുള്ള വ്യവഹാരങ്ങൾ പരിധി നിർണയിക്കപ്പെട്ടതാണെന്ന നിയമം അല്ലാഹുവിന്റെ നിയമമാണ്. കല്യാണത്തിന് ആണിനും പെണ്ണിനും 2 ഡൈനിങ് ഹാൾ. ഓ, ഈ മൂല്യാർ എവിടുന്ന് വരാ? നേരം വെളുത്തില്ലേ? സ്ത്രീ പുരുഷ സങ്കലനം പാടില്ല. 6-ാം നൂറ്റാണ്ടെന്ന് വണ്ടി കയറിയില്ലേ ഈ മൂല്യാർ എന്നാണ് ചോദിക്കുക. 6-ാം നൂറ്റാണ്ടെന്ന് വണ്ടി കയറ്റിയിട്ട് 7-ാം നൂറ്റാണ്ടിൽ നടത്തിയ നവോത്ഥാനാണ് നമ്മുടെ കയ്യിലുള്ളത്. 6-ാം നൂറ്റാണ്ടിലേക്കാണ് പുതിയ കാലം തിരിച്ചു പോണത്. നമ്മുടെ കയ്യിലുള്ളത് 6-ാം നൂറ്റാണ്ടല്ല. നമ്മുടെ കയ്യിലുള്ളത് 6-ാം നൂറ്റാണ്ടിന്റെ അഴുക്കുകളെ മുഴുവനും മാറ്റിയിട്ട് ഉജ്ജ്വലമായ ഒരു ആദർശത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും കരളിന്റെ കാതലായ പ്രപഞ്ചത്തിന്റെ ദീപ്തിയായ തുല്യതയില്ലാത്ത വിലാസത്തിന്റെ ഉടമയായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ വ്യഭിചാരം ഒരു പുണ്യകർമ്മമെന്നു കണ്ട ജനതയെ വ്യഭിചാരം നിഷിദ്ധമെന്ന് ജീവിതം കൊണ്ട് പ്രയോഗിച്ചു. അതാണ് ഇസ്ലാം. വ്യഭിചാരം ഒരു കുറ്റമായി കണ്ടതല്ല. ഒരു നേതാവിനോട് വന്നിട്ട് ഒരാൾ ചോദിക്കുക എനിക്ക് വ്യഭിചരിക്കണോന്ന്. അങ്ങനത്തെ കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഒരാൾ പറയാം എനിക്ക് വ്യഭിചരിക്കണോന്ന്. അപ്പൊ ആ കമ്മ്യൂണിറ്റിയിൽ എന്താ, ചായ കുടിക്കാൻ പോണ മാതിരിയാ? ഞാനൊന്ന് ചായ കുടിച്ചിട്ട് വരട്ടെ എന്ന് ചോദിക്കും പോലെയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് വന്ന് ചോദിക്കാവുന്ന ഒരു സാഹചര്യം, ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ, ഒരു സാമൂഹിക പരിസരത്ത് നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യകാരണങ്ങളെ ബോധ്യപ്പെടുത്തി ഏറ്റവും മനഃശാസ്ത്രപരമായ മാറ്റം കൊണ്ടുവന്നു. എന്നിട്ട് വ്യഭിചാരം നിഷിദ്ധമാണെന്ന ബോധ്യത്തിലേക്ക് ജനതയെ കൊണ്ടുവന്നു. സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതല്ല, ബോധ്യത്തിലേക്ക് ഒരു ജനതയെ കൊണ്ടുവന്നു. ഇന്നും ഒരുപാട് മനുഷ്യർ അത്തരം അനാവശ്യത്തിലേക്ക് പോകാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്നത്തെ പ്രഖ്യാപനത്തിന്റെ പ്രതിധ്വനിയാണ്. അതുകൂടി നമ്മൾ അറിയണം. 200 കോടി വരുന്ന മുസ്ലിങ്ങളിലെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ ഒരുപാട് അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1400 ചില്ലാനം കൊല്ലം മുമ്പുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പവറാണ്, ഒരു പ്രഖ്യാപനത്തിന്റെ മൂല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റിക്കൊണ്ടുവന്നു. മദ്യപാനികളായ ജനതയെ മദ്യവെറിയന്മാരാക്കി കൊണ്ടുവന്നു. ചൂതാട്ടം നടത്തിയവരെ നേരായ സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നു. പലിശയിൽ മുങ്ങിയ ജനതയെ ദാനധർമ്മങ്ങളുടെ സാമൂഹിക നിർമ്മിതിയിലേക്ക് കൊണ്ടുവന്നു. തോന്നിവാസങ്ങളിൽ നിന്ന് നന്മകളിലേക്ക് മാറ്റിക്കൊണ്ടുവന്നു. പാരസ്പര്യങ്ങളിൽ മൂല്യങ്ങളുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവന്നു. വ്യവസ്ഥാപിതമായ കുടുംബ ബന്ധങ്ങളിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയെല്ലാം മാറ്റമുണ്ടാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ ഇന്നീ മതത്തിന്റെ പേര് വെച്ചുകൊണ്ട് എക്സ്ട്രാ ലിബറലിസത്തിലേക്ക്, അൾട്രാ ലിബറലിസത്തിലേക്ക്, അതിരുവിട്ട സുതാര്യവൽക്കരണത്തിലേക്ക്, ഉദാരവൽക്കരണത്തിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാശം മുഴുവനും മഹബ്ബത്തുദ്ദുനിയാ, ദുനിയാവിനോടുള്ള മോഹമാണ്, വികാരങ്ങളോടുള്ള മോഹമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ നമ്മുടെ വിചാരവും മതത്തിന്റെ വിചാരവും 2 ദിശയിൽ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യങ്ങളിലേക്ക് വരുന്നത്, അപ്പോൾ നമുക്ക് ജയിക്കാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരു പാനീയം ചുണ്ടത്തേക്ക് ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിനെ എങ്ങനെയാണ് തട്ടിമാറ്റിയത് എന്ന്. ബസറയിലെ ഒരു സായാഹ്നത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇരുന്ന് കരയുകയാണ്. ആ സുപ്രയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് കരയുന്നത്. ആരാണ് അനസ് ബിൻ മാലിക് തങ്ങൾ?
ഖാദിമു റസൂലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 കൊല്ലത്തെ പരിചാരകനാണ്. പക്ഷേ ബസറയിൽ വന്നിരുന്നുകൊണ്ട് ഒരു തളികയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കരയുകയാണ്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, എന്തേ അനസേ ഇവിടെ ഇരുന്ന് കരയുന്നത്? ഈ നൈസ് റൊട്ടിയും ഇത്ര മനോഹരമായി പാകം ചെയ്ത മാംസവും എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലല്ലോ, അതോർത്ത് കരയുകയാണ്. ഇത്ര മാർദ്ദവമുള്ള റൊട്ടിയും ഇത്ര സോഫ്റ്റായി പാചകം ചെയ്ത മാംസക്കറിയും എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തളികയിൽ കിട്ടിയിട്ടില്ല. അവിടുന്ന് എത്ര ലളിതമായിട്ടാണ് ജീവിച്ചത്. അവിടുന്ന് നല്ല ഒരവുള്ള റൊട്ടിയല്ലേ കഴിച്ചത്, കുറഞ്ഞ കാരക്കയല്ലേ കഴിച്ചത്. ചിലപ്പോൾ കാറിയ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ കനച്ച എണ്ണ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം അവിടുന്ന് കഴിച്ചില്ലേ? അനസ് ബിൻ മാലിക് തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മായിയുടെ വീട്ടിലേക്ക് ഒരിക്കൽ സൽക്കരിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ കനച്ച എണ്ണ, കാറിയ എണ്ണ, പഴകിയ എണ്ണ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാവമാറ്റവും ഇല്ലാതെ ഭക്ഷണം കഴിച്ചു. നിസ്കരിക്കാൻ നേരമായപ്പോൾ അതാ ഒരു തടുക്കെടുത്ത് വിരിച്ചു. അത് പഴകിയിട്ടതിന്റെ രോമങ്ങൾ ഇളകി കുത്താൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു പഴമയല്ല, പുതിയ പായിൽ നിസ്കരിക്കുന്ന മുഖഭാവത്തോടെ അവിടുന്ന് നിസ്കരിച്ച് വിനയം കാണിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളിൽ സ്ഥാപിച്ച ഏറ്റവും വലിയ സന്ദേശം ഏതാണ്? ഈ ഭൗതികത നിങ്ങളെ മാടി വിളിക്കും, നിങ്ങൾ അതിൽ വഞ്ചിതരാവല്ലേ. ഇതാണ് നമുക്കിന്ന് ഏറ്റെടുക്കാനുള്ള ഏറ്റവും വലിയ പാഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊന്നിന്റെ കൊട്ടാരമുണ്ടാക്കാമായിരുന്നു. അതിനുള്ള മെഗാ മില്യണയർമാരെന്നുണ്ടായിരുന്നു. അന്നും ലോകത്ത് കൊട്ടാരങ്ങളുണ്ട്, അന്നും ലോകത്ത് നാലുകെട്ടുകളുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റോസാ പുഷ്പം പോലെയുള്ള പൂമേനിയിൽ ഈത്തപ്പനയോലയുടെ അടയാളം പതിയും വിധത്തിൽ ഒരു മാർദ്ദവമുള്ള വിരിപ്പ് പോലുമില്ലാതല്ലേ കിടന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഇന്നലെ വിരിച്ച വിരിപ്പിന് വല്ല വ്യത്യാസവും ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, ഈത്തപ്പനയുടെ നാരു ചേർത്തിട്ടുള്ള വിരിപ്പാണല്ലോ ആ വീട്ടിൽ. ഇന്നലെ ഒരു 2 ഫോൾഡ് 2 ഫോൾഡ് കിടക്കയാക്കിയെന്നേ ഉള്ളൂ. സാധാരണ ഒരു ലെയറാണ് വിരിക്കാറുള്ളത്, അതൊരു 2 ലെയർ ചേർത്ത് വിരിച്ചു പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ട മോളെ ഹഫ്സ, ആ ഒരു ലെയറുള്ള വിരിപ്പ് മതി എനിക്ക്. കാരണം എന്തേ? ഈ ലോകം നമ്മൾക്കെന്നും ജീവിക്കാനുള്ള വീടല്ല. 28 ദിവസം ഒരേറുമാടത്തിൽ കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ 28ഓ 29ഓ ദിവസം ഏറുമാടത്തിൽ കഴിയുന്നതിനിടയിൽ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ. പറയാൻ പോയ വിവരം പറയുന്നതിന് മുമ്പ് ആ പൂ പോലെയുള്ള പുഷ്പം പോലെയുള്ള മേനിയിൽ ചെമന്ന വര കണ്ടപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ,
ഒരു സോഫ്റ്റായ വിരിപ്പെങ്കിലും എടുത്തുകൂടെ നബിയേ? അല്ല, കിസ്റ രാജാവിന്റെ കൊട്ടാരം കണ്ടില്ലേ? റോം ചക്രവർത്തിയുടെ സപ്രപഞ്ചം കണ്ടില്ലേ? ലോകത്തെ ഭരണാധികാരികളുടെ അധികാര കേന്ദ്രങ്ങൾ കണ്ടില്ലേ? തങ്ങൾക്കും ചില സൗകര്യങ്ങളായിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അവർക്ക് സ്വർഗമുണ്ടോ ഉമറേ? അവർക്ക് സ്വർഗമുണ്ടോ ഉമറേ? ഞാൻ ആരാണെന്നറിയുമോ? അനഫിദ്ദുന്യാ, ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് കറജുലിൻ ഇസ്തളല്ല തഹത ശജറത്തിൻ, യാത്രക്കിടയിൽ ഒരു മരച്ചുവട്ടിൽ തണൽ കൊള്ളാൻ ഇറങ്ങിയ യാത്രികനെ പോലെയാണ്. അല്പം കഴിയുമ്പോൾ ഈ തണൽ വിട്ട് യാത്ര തുടരും. ഇതുപോലെയാണ് ഈ ലോകത്തെ ജീവിതം. എത്ര പരകോടിപതികൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ഒരടി പോലും അവർ ഔദാര്യത്തിന്റെ മനസ്സില്ല. ഇനിയും കിട്ടിയാൽ അടുത്ത ഒരു സെന്റ് കൂടി വേണം, ഒരു കമ്പനി കൂടി വേണം, ഒരു കട കൂടി വേണം, അയൽവാസിയുടെ ഒരു അതിരു കൂടി വേണം, അപ്പുറത്തെ ഒരു ഷോപ്പ് കൂടി വേണം. വയസ്സെത്രയായി? 70 60 കഴിഞ്ഞു. ഇനിയും മോഹം തീർന്നിട്ടില്ല. എവിടേക്കാണിത് കൊണ്ടുപോകാൻ പോണ്ടത്? എവിടെയും കൊണ്ടുപോകൂല. ഈ ദുനിയാവ് വിട്ടേച്ചു പോകാനുള്ള വീടാണ്, കെട്ടിക്കൊണ്ടുപോകാനുള്ള വീടല്ല, കെട്ടിപ്പിടിക്കാനുള്ള വീടല്ല, വിട്ടിട്ട് പോകാനുള്ള വീടാണ്. അതുകൊണ്ട് മോനെ, ബിഖദ്രി ഇഖാമതിക ഫീഹാ, ഇവിടെ എത്ര നാളുണ്ടെന്ന് ആലോചിച്ച് വേണം ഈ ദുനിയാവിനെ പ്രണയിക്കാൻ. അതേ സമയത്ത് മോനെ, നാളെ വരുന്നുണ്ട് പരലോകം. അവിടത്തെ ജീവിതം അനന്തമാണ്. അവിടെ ഒരു നല്ല വീട് വേണം, അവിടെ നല്ല ഒരു കൊട്ടാരം വേണം, അവിടെ നല്ല ഒരു ഉദ്യാനം വേണം, അവിടെ നല്ല സൗകര്യങ്ങൾ വേണം. അതിനു വേണ്ടി അധ്വാനിച്ചോ മോനെ. കാരണം അവിടുത്തെ ജീവിതം എറ്റേണലാണ്, അവിടുത്തെ ജീവിതം അണൻഡിങ് ആണ്, അവിടുത്തെ ജീവിതം അനന്തമാണ്, ഒടുങ്ങാത്ത വാസത്തിന്റെ വീടാണ്. ചോദിക്കട്ടെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്വർഗോദ്യാനമായ മദീനത്തെ ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം 1400 ചില്ലാനും കഴിഞ്ഞില്ലേ? എന്തൊരാനന്ദമായിരിക്കും സിദ്ദീഖ് തങ്ങൾക്ക്. 40,000 ദിർഹം ഉണ്ടായിരുന്നു ഇസ്ലാമിലേക്ക് വരുമ്പോ. ഈ ലോകത്തൊന്ന് യാത്രയാകുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മഹാനല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാം വ്യയം ചെയ്തു, എല്ലാം കൊടുത്തു, എല്ലാം അള്ളാഹുവിന്റെ പ്രീതിയിലേക്ക് മാറ്റിവെച്ചു. ലോകഗുരുവിന് വേണ്ടി സർവ്വതും സമർപ്പിക്കാൻ നിയോഗം കിട്ടിയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്ത് കിടക്കുകയാണ്. അത് ആനന്ദത്തിന്റെ ഖബറാണ്. റൗളത്തും മിൻ റിയാലിൽ ജന്നയല്ല, അത് സ്വർഗമാണ്. സാധാരണ ഒരു മുഅ്മിനിന്റെ ഖബർ തന്നെ റൗളത്തും മിൻ റിയാലിൽ ജന്നയാണ്. എന്നാലുണ്ടോ VIP ആയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗം തുറക്കുന്ന നേതാവിനോട് കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ആ ഖബറിന്റെ ഉള്ളിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പ്രയാസമില്ല, ആനന്ദമാണ്. അതേ സമയത്ത് അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്, വലീദുണ്ട്. 1.5 സഹസ്രാബ്ദത്തോളമായി തീക്കുണ്ടാരമാകുന്ന ഖബറിലാണ്. അവരെന്തേ ഒരേ കാലത്ത് ജീവിച്ചവരാണ്. ഒരു വിഭാഗം ഭൗതികതയിലേക്ക് ചേക്കേറിയപ്പോൾ തൽക്കാലം അവര് ജയിച്ചു, എന്നത്തേക്കും അവർക്ക് നഷ്ടമായി. ഇവിടെ തൽക്കാലം നൊമ്പരങ്ങൾ അനുഭവിച്ചു, എന്നത്തേക്കുമുള്ള സ്വർഗത്തിലേക്ക് യാത്രയായി. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവത്തിൽ നിന്ന് ഏറ്റെടുക്കേണ്ട ഒരു സന്ദേശം, ഈ ദുനിയാവ് താൽക്കാലികമാണ്. എന്റെ വികാരങ്ങളും എന്റെ താല്പര്യങ്ങളെക്കാളും വലുത് എന്റെ നബിയുടെ, എന്നെ പടച്ച റബ്ബിന്റെ താല്പര്യമാണ്. എന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അവളെ നിസ്കരിപ്പിക്കുന്ന, നിസ്കാരം നഷ്ടപ്പെടുത്താത്ത കുടുംബജീവിതം വേണം. എന്റെ മകന് വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അവന് ദീന് സംരക്ഷിക്കാനാവുന്ന ഒരു ജീവിതം വേണം. എന്റെ മകന് വിദ്യാഭ്യാസം നിശ്ചയിക്കുമ്പോൾ അവന്റെ മതം നഷ്ടപ്പെടാത്ത വിദ്യാഭ്യാസം വേണം. ഞാനൊരു ബിസിനസ് ചെയ്യുമ്പോൾ അള്ളാഹുവിനും റസൂലിനും പൊരുത്തമുള്ള ബിസിനസ് ചെയ്യണം. അതിലുള്ള വരുമാനം മതി. റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂല. അള്ളാഹുവും റസൂലും പൊരുത്തപ്പെട്ട നിലക്ക് കിട്ടുന്ന സമ്പാദ്യം മതി. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളും ഇഷ്ടപ്പെടുന്ന സമ്പാദ്യം മതി. അല്ലാത്ത 1000 കോടി ഉണ്ടായാലും നമ്മൾ ഇവിടെ എന്നും വാഴില്ല. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞു, സ്വഹീഹായ ഹദീസിൽ കാണാം, നാളെ പരലോകത്ത് വരുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും സുഖമായി ജീവിച്ച മനുഷ്യനുണ്ടാകും, സത്യനിഷേധിയായ ഒരു മനുഷ്യൻ. ഏറ്റവും സുഖമായി ജീവിച്ച ഒരാള്. പക്ഷേ പടച്ചോൻ അംഗീകരിച്ചിട്ടില്ല. അയാളെ അല്ലാഹു തആല കൊണ്ടുപോയി നരകത്തിൽ ഒരു സെക്കൻഡ് ഒന്ന് മുക്കിയിട്ട് ചോദിക്കും, നീ എപ്പോഴെങ്കിലും സുഖം അനുഭവിച്ചിട്ടുണ്ടോ? സുഖം എന്താന്ന് എനിക്കറിയില്ല എന്നായിരിക്കും അയാൾ മറുപടി പറയാം. സുഖം എന്താന്ന് എനിക്കറിയില്ല, ഞാൻ എന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരു സുഖവും അനുഭവിച്ചിട്ടില്ല. നരകത്തിലെ ഒരു സെക്കൻഡ് കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ സുഖങ്ങളും മറന്നു പോകുമെന്ന്. എല്ലാ സുഖങ്ങളും, എല്ലാ ആനന്ദങ്ങളും മറന്നു പോകും. അതേ സമയത്ത് ഈ ലോകത്തെ ഏറ്റവും കഷ്ടപ്പെട്ട് ജീവിച്ച മുഅ്മിനായ മനുഷ്യൻ, ഉടുതുണിക്ക് മറുതുണിയില്ല, മര്യാദക്ക് ഭക്ഷണമില്ല, കേറിക്കിടക്കാൻ ഒരു കൂരയില്ല, ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലാണ്. അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഭൗതികമായ കഷ്ടപ്പാട് മാത്രമേ സഹിച്ചിട്ടുള്ളൂ. നാളെ പരലോകത്ത് വരുമ്പോൾ അയാളെ ഒരു സെക്കൻഡ് ഒന്ന് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് ചോദിക്കും, മോനെ, വല്ല പ്രയാസവും നീ അനുഭവിച്ചിട്ടുണ്ടോ? പ്രയാസം എന്താണെന്ന് എനിക്കറിയില്ല, പ്രയാസം എന്താണെന്ന് പോലും എനിക്കറിയില്ല. എല്ലാ പ്രയാസങ്ങളെയും മറന്നു പോകുന്നതാണ് സ്വർഗത്തിലെ ഒരു നിമിഷം. എല്ലാ സുഖാഡംബരങ്ങളെയും മറപ്പിച്ചു കളയുന്നതാണ് നരകത്തിലെ ഒരു നിമിഷം. ഇത് ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് പറയണം. നമ്മൾ അധ്വാനിച്ച പണമുണ്ടാക്കി മകളെ കെട്ടിച്ചു വിടുന്നു. എത്രയോ കടം വാങ്ങി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എന്റെ മകളെ വിവാഹം ചെയ്തയക്കുന്ന ദിവസം ഒരു മകളെ നല്ല നിലയിൽ പരിപാലിച്ച് പോറ്റി വളർത്തി സ്വാലിഹായ ഒരു ഭർത്താവിനോട് കൈപിടിച്ചു കൊടുത്താൽ സ്വർഗമുണ്ടെന്ന് ഓഫർ കിട്ടിയ ഒരു മഹത് കർമ്മം ചെയ്യേണ്ട ദിവസം. എല്ലാ പേക്കൂത്തും ആട്ടവും പാട്ടും മുഴുവനും നടത്തി നിഷിദ്ധമായ പലതും കൂട്ടിച്ചേർത്തിട്ട് പോകുന്ന മനുഷ്യ, ഈ ലോകത്ത് നിന്റെ അധ്വാനം മുഴുവനും വിനിയോഗിച്ചു കഴിഞ്ഞു. നാളത്തേക്ക് നിനക്കൊന്നും കിട്ടാനില്ല. നാളത്തേക്ക് നിനക്കൊന്നും കിട്ടാനില്ല. ഇവിടത്തെ മുഴുവനും പോയി. നമ്മുടെ തെക്കൻ കേരളത്തിൽ പല രക്ഷിതാക്കളും ജീവിക്കുന്നത് പെൺമക്കൾക്ക് വേണ്ടി മാത്രം. ഉണ്ടാക്കിയത് മുഴുവനും എഴുതി കൊടുത്താലും മതിയാവില്ല. പെൺമക്കളെ, നിങ്ങൾ എതിരാവണ്ട. നല്ല നിലക്ക് ഹലാലായി അധ്വാനിച്ച വരുമാനം ഹലാലായ നിനക്ക് വിനിയോഗിക്കാൻ മക്കൾക്ക് എത്ര കൊടുത്താലും അത് അധികമല്ല. അതേ സമയത്ത് നിങ്ങൾ ആലോചിക്കണം, നമ്മൾ നാളത്തേക്ക് വേണ്ടി എന്ത് കരുതി വെച്ചു എന്ന്.
മഹാനരായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, അല്ല, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നത്? ഈ ദുനിയാവ് അണിഞ്ഞൊരുങ്ങി മുമ്പിലേക്ക് വരുമ്പോൾ وأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصم مولاي صل وسلم على حبيبك خير الخلق كلهم. ഏറെ ആവശ്യമുള്ള ഘട്ടത്തിലും പരിത്യാഗമൊഴിവാക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അണിഞ്ഞൊരുങ്ങിയല്ല കനകമായി കൈവെള്ളയിലേറ്റു വരട്ടെ എന്ന് ചോദിച്ചപ്പോ വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി. ആവശ്യമുള്ള നേരത്താണ് ഉഹദ് മല ചോദിച്ചത്, പൊന്നായി കൈവെള്ളയിലേക്ക് വരട്ടേന്ന്. വേണ്ട വേണ്ട എന്ന് പറഞ്ഞ പരിത്യാഗത്തിന്റെ പര്യായമാണ് പുണ്യപ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. ഓ മുഅ്മിനീങ്ങളെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജയിച്ചത് അവിടുത്തെ ഉള്ളിലുള്ള മഹബത്ത് കൊണ്ടാണ്. സദസ്സിലുള്ള സഹോദരങ്ങൾ ഒരു 2 മിനിറ്റ് എഴുന്നേറ്റു നിന്നാൽ ഒരു സന്ദേശം കൂടി വായിച്ച് നമുക്ക് ദുആ ചെയ്യാം. ഹബീബരായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിദ്ദീഖ് തങ്ങൾ ജീവനേക്കാൾ സ്നേഹിച്ചു, ജീവനേക്കാൾ ഇഷ്ടം വെച്ചു. എവിടെയെല്ലാം പൊട്ടിക്കരഞ്ഞോ അപ്പോഴൊക്കെ ചോദിക്കുമേ, സിദ്ദീഖേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ചിട്ടല്ല, തങ്ങൾക്ക് വല്ലതും സംഭവിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ അങ്ങനെ ഒന്ന് ലിസ്റ്റ് ചെയ്തു നോക്കിയപ്പോൾ എത്രയോ രംഗമുണ്ട്. എന്തേ സിദ്ദീഖേ കരയുന്നത്? മറ്റൊന്നുമല്ല നബിയേ, എനിക്കെന്തെങ്കിലും പറ്റിയാൽ ഒന്നും വരാനില്ല, തങ്ങൾക്ക് വല്ലതും പറ്റുമോ എന്ന് പേടിച്ചിട്ടാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി കരഞ്ഞ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു പരാമർശം ആദ്യത്തെ ദിവസം നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ലൗ കുന്തു മുത്തഖിദൻ ഖലീല ലത്തഖൽതു അബൂബക്കറിൻ ഖലീല. എന്റെ അടിത്തട്ടിലെ സ്നേഹം തരാൻ എനിക്ക് കഴിയുന്നില്ല, റബ്ബിനെ സ്നേഹിച്ചു പോയി. തൊട്ടടുത്ത സ്നേഹം സിദ്ദീഖേ നിങ്ങൾ കാണുന്നതിനൊരു ആശയമുണ്ട്. ആ സ്നേഹം ഏറ്റുവാങ്ങിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാളെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിൽക്കുമ്പോ അവിടുത്തേക്ക് നമുക്കൊന്നെത്തണം. ഒരു നിവേദനം വായിച്ചു ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാഖിഫൻ മഅ അലിയൻ. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിൽക്കുകയാണ് സിദ്ദീഖ് തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വന്നു. ഇത് അഖബല അബൂബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വന്നു. ഫസാഫഹു നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസാഫഹ ചെയ്തു. വഅനഖഹു, ആലിംഗനം ചെയ്തു. വഖബ്ബല ഫാഹു, ചുണ്ടിൽ ചുംബനം കൊടുത്തു. അപ്പോൾ അലി തങ്ങൾ ചോദിച്ചു, ഇതെന്തൊരു സ്വീകരണമാണ്? സാധാരണ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ, എന്തേ ഇങ്ങനെ ചുണ്ടിൽ ചുംബനം കൊടുത്ത് സ്നേഹ ചുംബനങ്ങളോടെ
അബൂബക്കർ എന്നവരെ വരവേൽക്കുന്നത്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തു നിർത്തിക്കൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ അബൽ ഹസൻ, ഓ അലിയേ, മൻസിലത്തു അബീ ബക്കറിൻ ഇൻദീ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് എന്റെ അടുക്കലുള്ള സ്ഥാനം കമൻസിലത്തി ഇൻദ റബ്ബി, എനിക്കെന്റെ റബ്ബിന്റെ അടുത്തുള്ള ഒരു സ്ഥാനമുണ്ട്. അതിന് മേലെ ആരും റബ്ബിന്റെ അടുത്ത് സ്ഥാനമുള്ളവരില്ല. അല്ലാഹു ആകുന്ന സ്രഷ്ടാവിന്റെ സ്ഥാനം കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനമാണ്. വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനിശ്ശിഖാഖി, ഏറ്റവും മഹത്വമുള്ള സൃഷ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹുവിന്റെ അടുക്കൽ എനിക്കുള്ള സ്ഥാനം പോലെയാണ് സിദ്ദീഖുൽ അക്ബർ നിങ്ങൾക്ക് എന്റെ അടുത്തുള്ള സ്ഥാനം. അതിന് മേലെ മോനെ അലിയേ, നിങ്ങൾ എന്റെ മരുമകനാണ്, ഉപ്പയുടെ സഹോദരന്റെ മകനാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്റെ ഇഷ്ടം എന്റെ സിദ്ദീഖിനോട് വളരെ അടുത്താണ്. ജയിച്ചു പോയില്ലേ? ആ സിദ്ദീഖ് തങ്ങൾ നടന്ന കാൽപ്പാടിന്റെ അടിയിൽ കിടന്ന് പുളകം കൊണ്ട ഒരു മണൽത്തരിയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ലേ, ലൈലത്തും മിൻ ലയാലി അബീ ബക്കർ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഒരു രാത്രി അഫ്ളലു മിൻ ഉമരി ഉമറ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ജീവിതത്തെക്കാൾ വലുതാണ്. അതേതു രാത്രിയാണ് ഉമറേ? ലൈലത്തുൻ ബാത്ത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം 6 സൗറിൽ അപ്പാർത്ത ഒരു രാത്രി തരുമോ? എന്റെ ജീവിതം മുഴുവനും തരാം. സിദ്ദീഖ് തങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വ്യവഹരിച്ച ഒരു നിമിഷത്തിന്റെ മൂല്യമുണ്ടോ നമ്മുടെ ഈ ജീവിതത്തിന്? അല്ലാഹുവേ, സിദ്ദീഖ് തങ്ങളുടെ ഇഷ്ടമുള്ള നോട്ടത്തിന്റെ വൃത്തത്തിലെങ്കിലും ഞങ്ങളൊന്ന് എത്തിയാൽ മതിയായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളായേനെ. ഈ ആളെ എനിക്കിഷ്ടമാണെന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തു ചെല്ലാൻ ഒരു യോഗ്യതയും കാണുന്നില്ല. തൊട്ടടുത്തു നിന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാറൂല. അതിന്റെ അടുത്തുനിന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ മാറൂല. തൊട്ടുചാരത്ത് നിന്ന് ബിലാൽ തങ്ങൾ മാറൂല. അങ്ങനെ എണ്ണിയാൽ മുഖറബീങ്ങളായ ഒരു സ്വഹാബിമാരും നമുക്ക് സീറ്റൊഴിഞ്ഞു തരില്ല. നമ്മളെവിടെ നിൽക്കാനാണ്? ആ മുദ്ദാഹി ത്വഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയം വെച്ചവരുടെ കോന്തല പിടിച്ച് അവരുടെ പിന്നണിയിൽ ചെന്നൊന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും കഴിയുമ്പോ സിദ്ദീഖ് തങ്ങളൊന്ന് നോക്കുമ്പോ ആ നോട്ടത്തിൽ വാ മോനേന്ന് വിളിക്കപ്പെടുന്ന ഒരാളായിരുന്നെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര പ്രിയമായേനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബിൽ അവരോടുള്ളൊരു അളമത്ത് നിറച്ച് അതുവഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം പെരുപ്പിച്ചു തരണം അല്ലാഹ്. പെരുത്ത മഹബ്ബത്ത് നൽകണം അല്ലാഹ്. ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. اللهم صل على محمد يا ربي صل عليه وسلم.